ഇനിയും നിങ്ങൾ ഓരോരുത്തരും ആ രാജ്യത്തെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആ പിഞ്ചു മക്കളോട്, വളർന്നു വരുന്ന ബാക്കിയുള്ള പിഞ്ചു മക്കളോട് നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയൊരു ക്രൂരതയാണ്. എന്താണെന്നല്ല, ഒരു വലിയൊരു ക്യാമ്പയിൻ, ഒരു ഹേറ്റ് ക്യാമ്പയിൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അർജന്റീന എന്ന് പറയുന്ന രാജ്യത്തോടും മെസ്സി എന്ന് പറയുന്ന കളിക്കാരനും ആദ്യമേ തന്നെ പറയട്ടെ, ഞാനൊരു ഫുട്ബോൾ ആരാധകനോ അല്ലെങ്കിൽ ഫുട്ബോളിനെ ഇഷ്ടപ്പെടുന്ന ഒരാളൊന്നുമല്ല. മെസ്സി എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയിലൂടെ കണ്ട് അറിയുന്ന ഒരു കളിക്കാരൻ, ഞാൻ കണ്ട ഏറ്റവും നല്ലൊരു കളിക്കാരൻ, അല്ലെങ്കിൽ ഞാൻ അറിയുന്ന ഏറ്റവും നല്ലൊരു ഫുട്ബോളർ എന്ന് പറയുന്നത് നമ്മുടെ IM വിജയൻ ചേട്ടനാണ്. അതിലുപരി ഞാനൊരു ഫുട്ബോളറേയും കണ്ടിട്ടില്ല. പിന്നെ ഈ വേൾഡ് കപ്പ് എന്ന് പറയുന്ന ഫുട്ബോൾ മാമാങ്കത്തിൽ എന്റെ രാജ്യം കളിക്കുന്നുമില്ല. അതുകൊണ്ട് തന്നെ മറ്റു രാജ്യത്തിനെ സപ്പോർട്ട് ചെയ്യേണ്ട ഒരു കാര്യം എനിക്കില്ലതും തന്നെ. ഇപ്പൊ പറഞ്ഞു വരുന്ന വിഷയം അർജന്റീനയാണ്. കാരണം അർജന്റീന എന്ന് പറയുന്ന രാജ്യത്തിന് ഏറ്റവും കൂടുതൽ സപ്പോർട്ടേഴ്സ് ഉള്ളത് നമ്മുടെ ഇന്ത്യയിലാണ്, പ്രത്യേകിച്ച് നമ്മുടെ വടക്കൻ മലബാർ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ. കാരണം കഴിഞ്ഞ വേൾഡ് കപ്പ് സമയത്ത് 2022 ഏറ്റവും വലിയൊരു കട്ടൗട്ട് പൊങ്ങിയത്, ലോകത്തിലെ ഏറ്റവും വലിയൊരു കട്ടൗട്ട് പൊങ്ങിയത് നമ്മുടെ കേരളത്തിലാണ്. അത് അർജന്റീനയുടെ ഒഫീഷ്യൽ പേജിൽ തന്നെ അത് വരികയും ചെയ്തു. വിഷയം അവിടെ നിൽക്കട്ടെ. വിഷയം പാലസ്തീനാണ്. ഒരു 3 ദിവസം മുമ്പ് UN ഒരു വോട്ടെടുപ്പുണ്ടായിരുന്നു. പാലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്തെ സ്വതന്ത്രമാക്കണമെന്ന്, ആരൊക്കെ അതിനെ പിന്തുണയ്ക്കുന്നുവെന്ന് പറഞ്ഞിട്ട്. അതില് എന്റെ രാജ്യമടക്കം, എന്റെ ഇന്ത്യ അടക്കം ഞാൻ ആത്മാഭിമാനവും അഭിമാനവും കൊള്ളുകയാണ് എന്റെ രാജ്യത്തെ കൊണ്ട്. എന്റെ രാജ്യമടക്കം ആ ബില്ലിനെ സപ്പോർട്ട് ചെയ്തു, പലസ്തീനെ സ്വതന്ത്രമാക്കണമെന്ന് പറഞ്ഞു. പക്ഷെ അവിടെ എതിർത്തു നിന്നു അമേരിക്കൻ, ലാറ്റിൻ അമേരിക്കൻ കുറെ രാജ്യങ്ങളിൽ ഒരു രാജ്യമാണ് അർജന്റീന. ആ അർജന്റീന അതിനെതിരെ എതിർത്തോട്ട് ചെയ്തു. ഈ പിഞ്ചു മക്കള് മരിച്ചു വീഴുന്നതായി ഈ പിഞ്ചു മക്കളെ കണ്ടില്ല, ഈ പിഞ്ചു മക്കളെ കൊല്ലുന്നതിന് അവര് സപ്പോർട്ട് കൊടുക്കുകയാണ്. അതുകൊണ്ട് തന്നെ അർജന്റീന എന്ന് പറയുന്ന രാജ്യത്തോടും മെസ്സി എന്ന് പറയുന്ന കളിക്കാരനോടും പണ്ടുമില്ല ഒരിത്, ഇപ്പോഴുമില്ല. ഹേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ വളരെ നല്ലൊരു കാര്യം. കാരണം അർജന്റീനയുടെ ഒരു കൊടി പോലും നമുക്ക് ഉയർത്താൻ പാടില്ല. അത് ഉയർത്തിക്കഴിഞ്ഞാൽ ആ പിഞ്ചു മക്കളോട് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയൊരു ക്രൂരതയാവും. കാരണം ഇസ്രായേൽ എന്ന് പറയുന്ന വർഗീയ, അല്ലെങ്കിൽ ഇസ്രായേൽ എന്ന് പറയുന്ന ജൂത പട പിഞ്ചു മക്കളെ അടക്കം ദിവസങ്ങളോളം, മണിക്കൂറുകളോളം അടങ്ങിയ പിഞ്ചു മക്കളെ അടക്കം ആശുപത്രിയിൽ ബോംബിട്ട് കൊന്നു ഇപ്പോഴും കൊല ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആഹാരത്തിന് വേണ്ടി കൈനീട്ടിക്കേണ്ടി നിൽക്കുന്ന മക്കൾ അവരെ വെടിവെച്ച് കൊല്ലുന്ന ഈ ഇസ്രായേൽ എന്ന് പറയുന്ന ജൂതപ്പടയിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു രാജ്യത്തെയും നമ്മളും സപ്പോർട്ട് ചെയ്യേണ്ട കാര്യമില്ല. കാരണം എന്റെ രാജ്യമടക്കം പാലസ്തീനെ സ്വതന്ത്രമാക്കണമെന്ന് പറഞ്ഞാണ് സപ്പോർട്ട് ചെയ്തത്. എന്തിന് നമ്മുടെ രാജ്യം കളിക്കാത്ത ഒരു ഫുട്ബോളിന് എന്തിന് നമ്മൾ ഇവനിക്കൊക്കെ കൊടി പിടിക്കണം, ഇവനിക്കൊക്കെ സപ്പോർട്ട് കൊടുക്കണം? എന്റെ ഒരു ഇതാണ്, നിങ്ങൾക്ക് ഓരോരുത്തർക്കും തീരുമാനിക്കാം. ഇസ്രായേൽ അല്ലെങ്കിൽ പാലസ്തീന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മൾ അർജന്റീനയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ഫ്ലാഗ് വെക്കുമ്പോഴും കൊടി ഉയർത്തുമ്പോഴും നമ്മൾ ചെറുതായിട്ടെങ്കിലും അവർക്ക് സപ്പോർട്ട് കൊടുക്കുകയാണ്. ആ പിഞ്ചു മക്കളുടെ മരണത്തിനാണ് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അർജന്റീന എന്ന് പറയുന്ന രാജ്യവും വേണ്ട, മെസ്സി എന്ന് പറയുന്ന ഫുട്ബോളും വേണ്ട, ഒഴിവാക്കി വിട്ടേ, അതായിരിക്കും നല്ലത്. ആ പാലസ്തീനിലെ പിഞ്ചു മക്കളോട് ചെയ്യുന്ന ഏറ്റവും വലിയൊരു നന്മയായിരിക്കും അത്. കാരണം എന്തിനാണ്, ഇതാണ് ചോദ്യം.